Welcome to Polar Grammar class. Today we have articles. There are two types of articles. One is indefinite articles, a and definite article the. അപ്പം നമുക്കിന്ന് ആർട്ടിക്കിളിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആർട്ടിക്കിൾസിലേക്ക് കടക്കാം. അപ്പം നമ്മളിന്ന് ആർട്ടിക്കിൾസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ആൻ അത് നോക്കാം. എ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ആൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വവൽ സൗണ്ടിനോടൊപ്പമാണ്. വവൽ സൗണ്ടാണ്, വവൽ ലെറ്റേഴ്സ് അല്ല, സ്വരാക്ഷരങ്ങളല്ല, സ്വരശബ്ദങ്ങളാണ്. സ്വരശബ്ദങ്ങൾ എ, ഇ, ഐ, ഒ, യു. ഇപ്പം ഈ സ്വരശബ്ദങ്ങളോടൊപ്പമാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലുക്ക് ഹിയർ. ആൻ ഓണസ്റ്റ്, ആൻ അവർ, ആൻ ഇയർ, എ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2-3 എക്സാമ്പിൾസിൽ ആൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ആൻ ഉപയോഗിച്ചത്. പക്ഷേ പിന്നെ ഹോസ്പിറ്റൽ വന്നപ്പോൾ നമ്മളത് എ ആയി. ഇതിന് കാരണം ആദ്യത്തെ ആൻ ഓണസ്റ്റ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കുള്ളത് എച്ച് സൗണ്ട് സൈലൻ്റാണ്. ഓണസ്റ്റ് ഒരു വവൽ സൗണ്ടിലാണ് അവിടെ തുടങ്ങുന്നത്. വവൽ സൗണ്ടിൽ തുടങ്ങുന്നത് കൊണ്ടാണ് നമ്മളവിടെ ആൻ ചേർത്തത്. അതുപോലെ തന്നെ ആൻ അവർ, ആൻ എയർ. ബട്ട് ഇൻ ഹോസ്പിറ്റൽ എച്ച് ഈസ് പ്രൊനൗൺസ്ഡ്. എച്ച് നമ്മളവിടെ പ്രൊനൗൺസ് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ എ ഹോസ്പിറ്റൽ എന്നെഴുതി. മറ്റൊരു എക്സാമ്പിൾ, ആൻ അൺഹാപ്പി ബോയ്. അപ്പം ഈ അൺഹാപ്പി തുടങ്ങുന്നതിൽ തന്നെ യുവിലാണ് തുടങ്ങുന്നത്. അപ്പം അവിടെ എന്നുള്ളൊരു സൗണ്ടാണ്, എന്നുള്ളൊരു വവൽ സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ആൻ അൺഹാപ്പി ബോയ്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് യൂണിയൻ. യുവിലാണ് തുടങ്ങുന്നത്. പക്ഷേ യു എന്നുള്ള ആൽഫബറ്റ് ആണെങ്കിലും അവിടുത്തെ സൗണ്ട് യു എന്ന ഒരു കൺസോണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് നമ്മളവിടെ യൂണിയന് തൊട്ട് മുമ്പായിട്ട് ഉപയോഗിക്കുന്നത് എ ആണ്. അതുപോലെ തന്നെ എ യൂണിവേഴ്സിറ്റി സെയിം എക്സാമ്പിളാണ്. അതായത് യു എന്ന കൺസോണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എ യൂണിവേഴ്സിറ്റി എന്ന് ഉപയോഗിച്ചു. അതുപോലെ എ 1 rupee നോട്ട്. ഇപ്പോൾ ഒ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന കൺസോണൻറ്റ് സൗണ്ട് വ് എന്ന വ് എന്ന കൺസോണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ എ 1 rupee നോട്ട് എന്ന് പറഞ്ഞു. അപ്പം ആൻ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദിയിലേക്ക് കടക്കാം. അപ്പം ഒരിക്കൽ പരാമർശിക്കപ്പെട്ട കാര്യം വീണ്ടും വരുന്ന സമയത്ത് നമ്മൾ ദി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എ വെൽ അറ്റ് അവർ ഹൗസ്. ദർ ഈസ് എ ട്രീ നിയർ ദി വെൽ. അപ്പോൾ ആദ്യം നമ്മൾ വെല്ലിനെ കുറിച്ച് പറഞ്ഞു. വി ഹാവ് എ വെൽ അറ്റ് അവർ ഹൗസ്. പിന്നെ ഈ വെല്ലിനെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ദർ ഈസ് എ ട്രീ നിയർ ദി വെൽ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി ഉപയോഗിക്കുന്നു. ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒരു വസ്തു, ഒരേ ഒരു എണ്ണേ ഉള്ളെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ ദി ചേർക്കുന്നു. ദി സൺ, ദി മൂൺ, ദി സ്കൈ, ദി എർത്ത്. പിന്നെ അതുപോലെ തന്നെ ബിഫോർ ദി നെയിംസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ്, പർവ്വതനിരകൾ, നദികൾ, കടലുകൾ, അതുപോലെ ഒരു കൂട്ടം ഐലൻഡ്സ്, ഷിപ്സ്, ഡെസേർട്സ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനോടൊപ്പം നമ്മൾ ദി ചേർക്കുന്നു. ദി ഹിമാലയാസ്, ദി നൈൽ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ അറേബ്യൻ സീ, ദി സഹാറ. പിന്നെ അതുപോലെ തന്നെ വിശിഷ്ട ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ദി ഉപയോഗിക്കുന്നു. ദി ബൈബിൾ, ദി ഖുറാൻ, ദി രാമായണ. പിന്നെ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ്,
അപ്പം ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സിന് എക്സാമ്പിൾസാണ് ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻ ഒരു രാജ്യമാണ്. രാജ്യത്തിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കത്തില്ലെന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഫിലിപ്പൈൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അതൊരു രാജ്യമാണ്, പക്ഷെ അതൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് കൂടിയാണ്. അതുകൊണ്ട് നമ്മളവിടെ ദി ഫിലിപ്പൈൻസ്, ദി ഗ്രീൻലാൻഡ്, ദി മാൽദീവ്സ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അഡ്ജക്റ്റീവിന് മുന്നിൽ ദി ചേർത്താൽ നൗണിൻ്റെ ബഹുവചന അർത്ഥം കിട്ടും. അപ്പോൾ അഡ്ജക്റ്റീവ് അറിയാമല്ലോ. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡിനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റിച്ച് മാൻ, അതിൽ റിച്ച് അഡ്ജക്റ്റീവാണ്. അപ്പം നമ്മൾ ഈ റിച്ച് എടുക്കുന്നു. ദി റിച്ച് മാൻ എന്ന അഡ്ജക്റ്റീവും അതിൽ നൗണും വരുന്നുണ്ട്. അതിൽ നമ്മൾ റിച്ച് മാത്രം എടുത്തു കഴിഞ്ഞിട്ട്, റിച്ച് അവിടുത്തെ അഡ്ജക്റ്റീവാണ്, ആ അഡ്ജക്റ്റീവ് എടുത്ത് അതിന് തൊട്ട് മുന്നിൽ ദി ചേർത്ത് കഴിഞ്ഞാൽ ആ മീനിങ് എൻ്റയർലി ഡിഫറെൻ്റ് ആകുന്നു. ദ റിച്ച് എന്തായി മാറും? അതിൻ്റെ മീനിങ് റിച്ച് പീപ്പിൾ ആണ്. അതായത് ബഹുവചനം കിട്ടുന്നു അവിടെ. ദി പുവർ പേഴ്സൺസ്, ദി ബ്ലൈൻഡ് പേഴ്സൺസ്, ദി എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബിനകത്തെ ജിയോഗ്രഫിക്കൽ പോയിന്റ്സ് പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ദി ഉപയോഗിക്കുന്നു. ദ നോർത്ത് പോൾ, ദി ഇക്വേറ്റർ, ദി ലാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ദി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രശസ്തമായ ബിൽഡിങ്സിനെ സൂചിപ്പിക്കുന്നതിന് തൊട്ട് മുന്നിൽ നമ്മൾ ദി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ദി താജ്മഹൽ, ദി പിരമിഡ്സ്, ദി റെഡ് ഫോർട്ട്, ദി ജുബാ മസ്ജിദ് എക്സെട്ര. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പിന്നെ പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ അതിന് തൊട്ട് മുന്നിലായി നമ്മൾ ദി ഉപയോഗിക്കുന്നു. ദി വീണ, ദ പിയാനോ, ദ ഗിറ്റാർ എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എക്സെട്ര ഇങ്ങനെയുള്ള പദങ്ങൾക്ക് തൊട്ട് മുന്നിൽ ദി ചേർക്കുന്നു. ഹീസ് ദ ഫസ്റ്റ് ബോയ് ഹൂ സോൾവ് ദി പ്രോബ്ലം. ഹീസ് ദ ഫസ്റ്റ് ബോയ്. അതുപോലെ ദ സെക്കൻഡ്, ദ തേർഡ്, ദ ഫോർത്ത്, ദ ഫിഫ്ത്ത് എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദി യുണൈറ്റഡ് കിങ്ഡം, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദി നെതർലാൻഡ്, ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ഉപയോഗിക്കുന്നു. അതിന് തൊട്ട് മുന്നിൽ നമ്മൾ ദി ഉപയോഗിക്കുന്നു. അതിനുള്ള കാരണം ഇതെന്ന് വെച്ചാൽ ഒരു യൂണിയൻ ഓഫ് സ്മാൾ എൻറ്റൈറ്റീസ് ആണ്. അതായത് എൻറ്റൈറ്റീസ് എന്ന് വെച്ചാൽ സ്വതന്ത്ര അവകാശമുള്ള സ്ഥലങ്ങൾ. ഇപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 5 സ്റ്റേറ്റ്സുകളുണ്ട് സ്വതന്ത്ര അവകാശമുള്ള. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളെ സൂചിപ്പിക്കാൻ അതിൻ്റെ തൊട്ട് മുന്നിൽ നമ്മൾ ദി ഉപയോഗിക്കുന്നു. ദി യുണൈറ്റഡ് കിങ്ഡം, ദി UK, അതാണ് ദി യുണൈറ്റഡ് കിങ്ഡം, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദി നെതർലാൻഡ്, ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പിന്നെ അതുപോലെ മറ്റൊരു വേർഡാണ് ചർച്ച്. നമ്മൾ യൂഷ്വലി വി ഗോ ടു ചർച്ച് ഫോർ പ്രയർ. ഐ ഗോ ടു ദി ചർച്ച് ടു അറ്റൻഡ് എ മാരേജ്. അവിടെ ആദ്യത്തെ ചർച്ചില ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചില്ല. അപ്പോൾ നമ്മുടെ യൂഷ്വൽ പ്രയറിന് പോകുന്നതുകൊണ്ട് അവിടെ നമ്മൾ ഒരു ആർട്ടിക്കിൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അതേസമയം രണ്ടാമത്തെ സെൻറ്റൻസിൽ യെസ്റ്റർഡേ ഐ വെന്റ് ടു ദി ചർച്ച് ടു അറ്റൻഡ് എ മാരേജ്. അപ്പോൾ അവിടെ ദി ചർച്ച് എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. യൂഷ്വൽ ഉദ്ദേശം, അതായത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യം പ്രയറാണ്. അപ്പം അതിന് വിപരീതമായി മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയതുകൊണ്ട് നമ്മൾ ദി ചേർത്തു. പ്രിസൺ, അതുപോലെ മറ്റൊരു വേർഡാണ് പ്രിസൺ. ഹീസ് ഇൻ പ്രിസൺ. അവിടെ നമ്മളൊരു ആർട്ടിക്കിളും ഉപയോഗിച്ചില്ല. ഹീ ഗോസ് ടു ദി പ്രിസൺ ടു ഗീവ് എ കൗൺസിലിംഗ്. അപ്പം മറ്റൊരു ഉദ്ദേശം, ഒരു ജയിലിൽ അടച്ച ഒരാളാണെങ്കിൽ അവിടെ അവിടെ നമ്മളൊന്നും ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. അതേസമയം ഞാൻ ജയിലിലൊന്ന് പോയി അവിടെ ഒരു കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ പോയി. അപ്പം മറ്റൊരു പേർപ്പസാണ്. അപ്പോൾ അവിടെ നമ്മൾ ദി പ്രിസൺ എന്ന് ഉപയോഗിക്കും. ഇനി നമ്മൾ ഈ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു നെയിം ഓഫ് ദി പേഴ്സൺ ഓർ പ്ലേസ്, ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് മുന്നിൽ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കുന്നില്ല. എക്സാമ്പിൾ, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. മെക്ക ഈസ് എ ഹോളി പ്ലേസ്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ, അതായത് പദാർത്ഥങ്ങളുടെ പേരിന് മുന്നിലായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ല. ഗോൾഡ് ഈസ് പ്രഷ്യസ്. അനദർ എക്സാമ്പിൾ,
അയൺ ഈസ് ഹാർഡ്, അനദർ ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആർട്ടിക്കിൾസും ഉപയോഗിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മീൽസിന് തൊട്ട് മുന്നേ മീൽസ്, നമ്മുടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സപ്പർ, ഇതിനൊന്നും തൊട്ട് മുന്നിൽ നമ്മൾ ഒരു ആർട്ടിക്കിൾസും ഉപയോഗിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8. ഐ ഇൻവൈറ്റഡ് ഹിം ടു ലഞ്ച്. ദെൻ ഡിന്നർ ഈസ് അറ്റ് 10 o'clock. അപ്പം അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്ന്, ലഞ്ച് വന്ന്, ഡിന്നർ വന്ന്, അതിന് തൊട്ട് മുന്നില്ല ഒരു ആർട്ടിക്കിളും ഉപയോഗിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഗെയിംസിന് തൊട്ട് മുന്നിൽ ഒരു ആർട്ടിക്കിൾസും ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ, ദേ പ്ലേ ക്രിക്കറ്റ്, ഷീ പ്ലേസ് ടെന്നീസ്. പിന്നെ അതുപോലെ തന്നെ ബിഫോർ ദി കോംപ്ലിമെൻറ്റ്, അതായത് കോംപ്ലിമെൻറ്റിന് മുന്നിൽ നമ്മൾ ഒരു ആർട്ടിക്കിൾസും ഉപയോഗിക്കില്ല. ദേ ചോസ് ഹിം ലീഡർ. അപ്പോൾ അവിടെ ലീഡറിന് മുന്നിൽ ഒരു ആർട്ടിക്കിളും ഇല്ല, അതൊരു കോംപ്ലിമെൻ്റാണ്. അവരെല്ലാവരും കൂടി അവനെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു, അതൊരു കോംപ്ലിമെൻ്റാണ്. ആ കോംപ്ലിമെൻറ്റിന് മുന്നിൽ നമ്മളൊരു ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഹി വാസ് അപ്പോയിൻറ്റഡ് ഹെഡ് മാസ്റ്റർ. അപ്പോൾ അവിടെയും ഹെഡ് മാസ്റ്റർ എന്നുള്ളത് അവിടെ ഒരു കോംപ്ലിമെൻ്റാണ്, ഒരു വ്യക്തിക്ക് കിട്ടിയൊരു കോംപ്ലിമെൻ്റാണ് ഹെഡ് മാസ്റ്റർ എന്ന പദവി. അപ്പോൾ അവിടെ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കുന്നില്ല. ഹി വാസ് അപ്പോയിൻറ്റഡ് ഹെഡ് മാസ്റ്റർ. പിന്നീട് നാഷണാലിറ്റി സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യൻസ്, ജർമ്മൻസ്, അമേരിക്കൻസ്, എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കുന്നില്ല. എക്സാമ്പിൾ, ദ നെക്സ്റ്റ് ഡേ വിൽ ബി ക്രിസ്മസ്. ദെൻ പ്രിപ്പോസിഷൻസിനെ പിന്തുടർന്ന് വരുന്ന ഓബ്ജക്ട്സ് ഉൾക്കൊള്ളുന്ന ഫ്രേസിൻ്റെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബൈ എയർ, ബൈ സീ, ബൈ ലാൻഡ്, ബൈ ഡേ, ബൈ നൈറ്റ്, ബൈ പോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ബൈ ട്രെയിൻ. ബൈ ദ ട്രെയിൻ നമ്മൾ പറയത്തില്ല, ബൈ എ ട്രെയിൻ എന്നും പറയത്തില്ല. വി ആർ ഗോയിങ് ബൈ ട്രെയിൻ. ദ ലെറ്റർ കെയിം ബൈ പോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഓൺ ഹോഴ്സ് ബാക്ക്, ഓൺ ഫുട്ട്, ഇൻ പെയിൻ, ഇൻ ഹാൻഡ് തുടങ്ങിയ ഫ്രേസുകളിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ല. ഹി വെൻറ്റ് ഓൺ ഫുട്ട്, ഹി ഷൗട്ടഡ് ഇൻ പെയിൻ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ പെയറായിട്ട് വരുന്ന ചില നൗൺസ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കുന്നില്ല. ഫാദർ ആൻഡ് മദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ, ഡേ ആൻഡ് നൈറ്റ്. അതുപോലെ പെയറായിട്ട് വരുന്ന വേർഡ്സാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ അതിന് തൊട്ട് മുന്നില്ല ഒരു ആർട്ടിക്കിളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ് നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ചാണ് പഠിച്ചത്. അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ.